വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ് കേട്ടോ. പിടിയും കോഴിക്കറിയും പണ്ടത്തെ ആൾക്കാരുടെ അവരുടെ എല്ലാം ഒരു വളരെ ആരോഗ്യ രഹസ്യം കൂടിയാണ് ഇത്. അപ്പോൾ ഇതാ പിടി ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെ കുത്തരി എടുത്തിട്ട് ചുവന്ന അരി, ഇവിടെ തന്നെയുള്ള നെല്ല് കുത്തിച്ച അരിയാണ്, പുഴുങ്ങാത്ത നെല്ലാണ് കേട്ടോ, പച്ച നെല്ല് കുത്തിച്ചതാണ്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിർന്നിട്ട് നല്ല പോലെ പൊടിച്ച് വറുത്തെടുക്കണം. അധികം തരിയൊന്നും വേണ്ട, പത്തിരിൻ്റെ പാകത്തിന് പൊടിക്കുക. എന്നിട്ട് അതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിനി പൊടിക്കുന്നതും വറുക്കുന്നതും ഒന്നും കാണിക്കൂല കേട്ടോ, എല്ലാം കൂടെ നമ്മളെ വീഡിയോ അങ്ങ് നീണ്ടു പോണ്ട. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ അരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പച്ചരി എടുത്താൽ മതി കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, ഏതരിയായാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചരി ഇല്ലാത്തതുകൊണ്ട് ഞാനിതെടുത്തു, ഏതായാലും മതി. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ കുതിരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യാം. ഇതാ പിടി ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പൊടി എടുത്തിന്, 250 ml ആണ് ഇത്. അപ്പോൾ ആ 3 ഗ്ലാസ് പൊടി എടുത്തപ്പോൾ അതിലേക്ക് ഇതാ 4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിന്, 250 ml ഗ്ലാസ് തന്നെ. പിന്നെ ഇതാ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, 2 ഭാഗമാക്കി വെച്ചതാണ് ഞാൻ കേട്ടോ. ഇത് കുറച്ച് അവിടെ നിൽക്കട്ടെ. വെള്ളം ഇതാ കുറച്ച് വെളുത്തുള്ളി, ഒരു 1.25 ടീസ്പൂൺ നല്ല ജീരകം. അപ്പം ഇത് 3 കൂടി ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. അത് ഇതാ വെള്ളുള്ളി, ജീരകം, പിന്നെ ചുവന്നുള്ളി, അതിൻ്റെ കൂടെ കുറച്ച് നാളികേരം ഇട്ടുണ്ട് കേട്ടോ, ഒന്ന് ഒതുക്കിയെടുക്കാനാണ്, അല്ലെങ്കിൽ പറ്റൂലല്ലോ. പിന്നെ ബാക്കി നാളികേരത ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്ന് ഒരു ഒരി അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു ഒരി എടുത്തിട്ട് നമ്മളെ പൊടിയിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ഇതാ നല്ല പോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേന്ന് ഇതാ കുറച്ച് പൊടി എടുത്തിട്ട് മാറ്റി വെക്കുക. ഇത്രയും മതി കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. 3 ഗ്ലാസ് പൊടിക്ക് ഞാൻ 4 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ഒതുക്കിയ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കുറച്ച് നാളികേരം അതിലിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പിടുക കേട്ടോ. ഉപ്പെല്ലാവരും അവനവൻ്റെ പാകത്തിനൊക്കെ ഇട്ടോളുക. ഇനി ഇതൊന്ന് നല്ല പോലെ തിളയ്ക്കണം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം കേട്ടോ. എന്നിട്ടിതാ ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്ത് വെച്ച പൊടിയിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴയ്ക്കുക കേട്ടോ. നോക്കുക എത്രയാണ് വേണ്ട, ഒരു ചപ്പാത്തിൻ്റെ മാവിൻ്റെ പാകത്തിന് ഒഴിക്കുക. ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി അതിൻ്റെയൊക്കെ തിക്നെസ്സിൽ അതിൻ്റെ പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിതൊന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കട്ടെ. അപ്പം ഇതാ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്, ചൂടോടുകൂടിയാണ്. കുറച്ച് നേരം മൂടി വെക്കാം. നല്ല പോലെ കുഴയ്ക്കണം കേട്ടോ, ചപ്പാത്തിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതങ്ങനെ കുറച്ചെടുക്കുക, വലുത് വേണ്ട കേട്ടോ, കുറച്ച് ചെറുത് മതി. ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കുക. ഇതാ വേണ്ട, എന്നിട്ട് പാത്രത്തിലിടുക. അതുപോലെ മുഴുവനും ചെയ്തെടുക്കട്ടെ. ഇപ്പം ഇതാ പിടിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കേട്ടോ, ഒരു 35-40 പിടിയുണ്ട്. ഇപ്പം ഇതാ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. 1 ഗ്ലാസ് പോലെ വെള്ളം വെച്ചിട്ടുണ്ട്, അതായത് 250 ml. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ പിടി കുഴയ്ക്കാൻ എടുത്ത ബാക്കി വെള്ളം, ജീരകല്ലുള്ള ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം ഇതാ നല്ല പോലെ തിളച്ചു. ഇനി നമ്മൾ ഓരോന്നായിട്ട് പിടി ഇട്ട് കൊടുക്കുക, ഒന്നിച്ചിടരുത് കേട്ടോ. ഓരോന്നായിട്ട് ഇട്ടുക. ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചാലോ. നല്ലോണം വെള്ളം തിളയ്ക്കുമ്പോൾ മാത്രമേ ഇടാവൂ കേട്ടോ. അപ്പം ഇതുപോലെ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്കിതാ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ചുവന്ന അരിയാണുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങൾക്കിത് പച്ചരി കൊണ്ടും ഉണ്ടാക്കാം. ഇതാ നമ്മൾ ഉണ്ട ഇടുമ്പോൾ ഇതാ തള കുറയുന്നില്ലേ, അപ്പോൾ അനുസരിച്ച് നോക്കി ഇടണം കേട്ടോ. ഒന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഇട്ട് കൊടുക്കുക. തിളച്ചില്ലേ ചിലപ്പോൾ എന്താ അറിയും, ഇത് കലങ്ങിപ്പോകും. അപ്പോൾ ഇത് കലങ്ങിപ്പോണ്ട, കലങ്ങാൻ നമ്മളിതിനൊരു തിക്നെസ് വരാൻ വേണ്ടി ഇതാ പൊടി ആദ്യം കുറച്ച് പൊടി എടുത്ത് വെച്ചില്ല, ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കും, പിടിയൊന്ന് വെന്തിട്ട്. അപ്പം ഞാൻ എല്ലാ പിടികളും ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഇട്ട ഉടനെ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് തിളച്ച് ഒന്നായിട്ടേ ഇളക്കാൻ പാടുള്ളൂ. എന്നിട്ടിതാ പതുക്കനെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നോക്കി നോക്കി ഇളക്കാം. ഒരു 8 മിനിറ്റ് പോലെ ഇതുപോലെ വേവിച്ചാൽ വേഗം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് മൂടി കൊടുക്കുക കേട്ടോ. പക്ഷെ മുടി വെച്ച് പോകരുതേ, പച്ച തൂവും, ശ്രദ്ധിക്കണം. നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് ഇത് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-8 മിനിറ്റായി. ഇനി നമുക്കിതാ നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി മാവില്ല, അതൊന്ന് ഇളക്കി ഇതിലൊഴിച്ചു കൊടുക്കുക. അതെന്തിനറിയാം, ഇതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ അതിൻ്റെ കൂടെ കുറച്ച് നാളികേരം ബാക്കി വെച്ചില്ല നമ്മൾ, തേങ്ങ, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ഇതാ കുറച്ച് തീ കുറയ്ക്കണേ, സിമ്മിലിട്ട് വേവിച്ചാൽ മതി, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു. എന്നിട്ടൊന്ന് ഇളക്കി നല്ല പോലെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ഒരു ചിക്കൻ കറിയുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ ഒരുപാട് ലെങ്തി ആയി പോകുമല്ലോ, എല്ലാവരും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. ഒക്കെ ഓരോരോ പാകത്തിന് ഉണ്ടാക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല പച്ച വാഴയിലയിൽ വിളമ്പി അതിനൊരു ഔഷധ ഗുണമുണ്ടാവും. ചൂടുള്ള ആഹാരം ചൂടോടുകൂടി തന്നെ ഞാനിതാ പ്ലേറ്റിൽ വാഴയില വെച്ച് അതിലാണ് വിളമ്പിയത് കേട്ടോ. അപ്പം വാഴയിലേൻ്റെ ഔഷധവും നമുക്ക് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു കോഴിക്കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ കുക്കിംഗ് ഒന്നിൽ കാണിച്ചില്ല കേട്ടോ, വീഡിയോ നീണ്ടു പോകുന്നതിനാ. ഇതാണ് പഴമക്കാരുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം. അവർക്ക് ഇങ്ങനത്തെ ആഹാരമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. അതൊക്കെയാണ് കഴിക്കുന്നത്. വെജിറ്റേറിയൻകാർക്ക് വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.